ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ വൺ ചാനൽ. സോ നമ്മൾ ഇന്ന് MA സോഷ്യോളജി ക്ലാസ്സസ് കണ്ടിന്യൂ ആയിരിക്കും. സോ MSO4, അതായത് ഇന്ത്യൻ സോഷ്യോളജി ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി ഉള്ള സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എല്ലാം നമ്മൾ നോക്കിയിരുന്നു, അല്ലേ? കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യയെ പറ്റി ഒരു ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ നോക്കി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയാണ്. അതായത് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി തയ്യാറാക്കിയ പെർസ്പെക്റ്റീവ്. ഓക്കെ, അതായിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു മേഖലയാണ്. സോ നമുക്ക് നോക്കാം. ക്ലാസിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം കൺസെപ്റ്റൽ ക്ലാരിറ്റി തരും, അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ആൻസർ, അതായത് ഈ കാണുന്ന ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ കോൺസെപ്റ്റ് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്, എങ്ങനെ ആ കൺസെപ്റ്റ് ആൻസർ രൂപത്തിൽ നമ്മുടെ എക്സാമിൽ എഴുതാമെന്ന് കൂടി നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഡിസ്കഷനിലോട്ട് കിടക്കാം. കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. സോ കൊളോണിയൽ പെർസ്പെക്റ്റീവ് നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓറിയന്റലിസത്തിന്റെ ക്ലാസ് എടുത്ത എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആൻസറിലോട്ട് കൊണ്ടുവരാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ്. ബ്രിട്ടീഷുകാർ നമ്മളെ പറ്റി പഠിക്കുവാണ്, ഇവിടുത്തെ ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പഠിക്കുവാണ്. സോ എന്തിനായിരിക്കും ഇവർ പഠിച്ചത്? ഓക്കെ, അത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് ഇവരുടെ ഉദ്ദേശം, കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പഠിച്ചതിന്റെ ഉദ്ദേശം ഇന്ത്യക്കാരെ പറ്റി മനസ്സിലാക്കുക, ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് us. ഓക്കെ, ടു ക്ലാസിഫൈ us, നമ്മളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക. എന്തിനു വേണ്ടി? അവർക്ക് നമ്മളെ ഗവേൺ ചെയ്യാൻ വേണ്ടി ക്ലാസിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. എന്തിനെ? കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പഠിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഇവിടുത്തെ ജനതയെ പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടേ മാത്രമേ അവരെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റൂ എന്ന് അവർ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായിരുന്നു ഇത് വന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം, ഇവർ ആദ്യമേ എന്ത് രീതിയിലാണ് പഠിച്ചു തുടങ്ങിയത്? നമ്മൾ ഓറിയന്റലിസം ഒക്കെ കണ്ടപ്പോൾ അറിയാം നമുക്ക്. ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു ആദ്യം എല്ലാവരും തുടങ്ങിയത്. സോ ബ്രിട്ടീഷേഴ്സും ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ആദ്യം തുടങ്ങുന്നത്. ഓക്കെ, ഇവരുടെ നേച്ചർ എന്തായിരിക്കും? ഇവർ പഠിച്ചതിന്റെ നേച്ചർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡീപ്ലി പൊളിറ്റിക്കൽ, അല്ലേ? ഭയങ്കരമായി രാഷ്ട്രീയപരമായ ഉദ്ദേശത്ത് കൂടിയാണ് ഇവർ പഠിക്കുന്നത്, അല്ലേ? ഇവർക്ക് നമ്മളെ ഭരിക്കണം. അപ്പൊ ആ രീതിയിൽ ഇവർ പഠിച്ചു തുടങ്ങുമ്പോൾ അവരുടെ പഠനത്തിന്റെ നേച്ചറും ഡീപ്ലി പൊളിറ്റിക്കലാണ്. ഓക്കെ, ഡീപ്ലി പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? കൊളോണിയൽ റൂളിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന പഠനങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നത്. കൊളോണിയൽ റൂളിനെ ജസ്റ്റിഫൈ ചെയ്യും. ഓക്കെ, ഇത് മോശമാണ്, കാസ്റ്റ് മോശമാണ് എന്നുള്ള രീതി കാണിക്കുകയും, മോശമാണോ അല്ലയോ അതവിടെ നിൽക്കട്ടെ, മോശമാണെന്നുള്ള രീതി കാണിക്കുകയും ഇന്ത്യൻ സൊസൈറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വവും വെള്ളക്കാരാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെയിലാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവര് പഠിക്കുന്നതും ഇവരുടെ പഠന റിസർച്ച് അല്ലെങ്കിൽ ഇവരുടെ ഔട്ട്പുട്ട് കാണിക്കുന്നതും ഈ ഒരു ട്രെൻഡാണ്. ഓക്കെ, സോ ഇവരുടെ മെയിൻ ഉദ്ദേശം ഇന്ത്യൻ സൊസൈറ്റിയെ സ്റ്റാറ്റിക് ആണ്, അല്ലേ? അതായത് ഒരു മാറ്റവും ഇല്ല, പണ്ടെങ്ങനെയാണോ അതുപോലെ നിൽക്കുന്നു, ഒരു മൊബിലിറ്റി ഇല്ല ആൾക്കാർക്ക്. ഓക്കെ, ആ രീതി കാണിക്കുക. ഹൈറാർക്കിക്കൽ ആണെന്ന് കാണിക്കുക. ഓക്കെ, ഈ ഒരു ഉദ്ദേശമായിരുന്നു കൊളോണിയൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയെ പറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പഠിക്കുമ്പോൾ ഉള്ള അവരുടെ കാഴ്ചപ്പാട്. സോ നമ്മൾ ഇത്രയും പറഞ്ഞത് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എഴുതാം. ആൻഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവല്ലായിരുന്നു, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓറിയന്റലിസത്തിന്റെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. സോ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക ആ ക്ലാസ്സസ്. ഓക്കെ, നമുക്കിനി മെയിൻ ആയിട്ട് ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് പോകാം. സോ 4 പില്ലേഴ്സ് ഉണ്ട്. അതായത് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പഠിച്ചപ്പോൾ 4 പില്ലേഴ്സ് ആയിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. അതായത് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഹാസ് 4 പില്ലേഴ്സ് എന്ന് ബ്രിട്ടീഷേഴ്സ് പറഞ്ഞു വെച്ചു. സോ 4 പില്ലേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷേഴ്സ് പറഞ്ഞു വെച്ച ആ 4 പില്ലേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. 1, ഓക്കെ, ഹൈറാർക്കി. കാസ്റ്റ് സിസ്റ്റത്തിന് ഒരു ഹൈറാർക്കി ഉണ്ട്.
അറിയാലോ, ഒന്നിന് താഴെ ഒന്ന്, മറ്റൊന്നിന് താഴെ ഒന്ന്. ഓക്കെ, ആ രീതിയിലുള്ള ഹൈറാർക്കി അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു. ശരിയാണ്. പിന്നെ പറയുന്നത് ഒക്കുപേഷണൽ സെഗ്രിഗേഷൻ, അതായത് തൊഴിൽപരമായി ആൾക്കാരെ അല്ലെങ്കിൽ സമുദായങ്ങളെ വേർതിരിക്കുന്നു. അല്ലേ, നമുക്കറിയാം കുലത്തൊഴിൽ എന്ന് പറയും അല്ലേ, ഓരോ ജാതിക്കാർക്കും ഓരോ തൊഴിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. സോ ചരിത്ര ഹിസ്റ്ററി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം, ഋഗ്വേദിക് പീരീഡിൽ തന്നെ അല്ലേ ഓരോ തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പിന്നുള്ളത് റൂൾ ഓഫ് മാരേജ്, അതായത് എൻഡോഗമി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതായത് ഒരു ജാതിയിലുള്ളവർ ആ ജാതിയിൽ നിന്നുള്ളവർ തന്നെ കല്യാണം കഴിക്കുന്നു. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ നാലാമത്തെ റൂളാണ് റൂൾ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. റൂൾ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ, അതായത് ഐത്തം അല്ലേ, അൺടച്ചബിലിറ്റി ഒരു തരം സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. അതുപോലെ ഇന്ന ജാതിയിൽ പാചകം ചെയ്ത ആൾക്കാർ പാചകം ചെയ്ത ഭക്ഷണം ഏതൊക്കെ ജാതിക്കാർ കഴിക്കുന്നു, ഏതൊക്കെ ജാതിക്കാർ കഴിക്കുന്നില്ല, ഏതൊക്കെ ആൾക്കാർക്ക് ഒന്നിച്ചൊരു സഭയിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാം, ഇതൊക്കെ പല രീതിയിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും പല റൂളുണ്ട്. സോ ഈ 4 കാര്യങ്ങളാണ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിന്റെ 4 പില്ലറുകളായിട്ട് കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അറിഞ്ഞിരിക്കുക: ഹൈറാർക്കി, ഒക്കുപേഷണൽ സെഗ്രിഗേഷൻ, റൂൾ ഓഫ് മാരേജ്, റൂൾ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. ഓക്കെ, നമുക്കും കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയുള്ള ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ശരിയാണ്. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. എന്താണ് ഹൈറാർക്കി? ഓക്കെ, പിന്നെന്താണ് ഒക്കുപേഷണൽ സെഗ്രിഗേഷൻ? ഇവർക്ക് ഓരോ ഹൈറാർക്കിയിലുള്ളവർക്കും ഓരോ ലെവലിൽ കിടക്കുന്നവർക്ക് ഓരോ ജോലി. ഓക്കെ, മേലിലുള്ളവർ ചിലര് പ്രീഫുഡ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ എന്ന് കണക്കാക്കപ്പെടുന്നവർ ക്ലീനിങ്ങും സാനിറ്റേഷൻ ജോലികളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതിനിടയ്ക്ക് വരുന്ന ഒരു യുദ്ധം, സൈനികർ അങ്ങനെ ആവുന്നുണ്ട്, ട്രേഡേഴ്സ് ആവുന്നുണ്ട്, വ്യവസായികളാവുന്നുണ്ട് അല്ലേ. പിന്നുള്ളത് എൻഡോഗമി, റൂൾ ഓഫ് മാരേജ്. പിന്നുള്ളത് റൂൾ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഇവർ ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആദ്യം തുടങ്ങിയത്. അപ്പൊ തന്നെ വർണ്ണ മോഡൽ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ആക്കി, അതായത് അതിനെപ്പറ്റി അവർ കൂടുതൽ പഠിക്കുകയും വർണ്ണ മോഡലിന് ഒരു ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടുകയും ചെയ്തു. ഓക്കെ, വർണ്ണ മോഡൽ ഇതുവഴി ഓറിയന്റലിസത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അപ്പൊ വർണ്ണ മോഡലിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇത് പഠിക്കാനായിട്ട് അവർ മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങളാണ് ഉപയോഗിച്ചത്. നമുക്കറിയാം ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു ബ്രിട്ടീഷേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് അക്കാലം. സോ മനുസ്മൃതി പോലുള്ള പുരാണ ഗ്രന്ഥങ്ങളാണ് അവർ യൂസ് ചെയ്തത്. അപ്പൊ അന്ന് ഇതിന് നയിച്ച കുറച്ച് ലീഡ് ചെയ്ത സോഷ്യോളജിസ്റ്റിനെ പരിചയപ്പെടാം. വില്യം ജോൺസ്, നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള പേരുകൾ തന്നെയാണ്. വില്യം ജോൺസ്, H.C. കൂൾബ്രൂക്ക്. വില്യം ജോൺസും കൂൾബ്രൂക്കും. ഓക്കെ, ഇവരെന്ത് ചെയ്തു? മനുസ്മൃതിയൊക്കെ പഠിച്ചിട്ട് കാസ്റ്റ് സിസ്റ്റത്തിനെ ഇന്റർപ്രറ്റഡ് ദ കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, ഇന്റർപ്രറ്റഡ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ആൻഡ് അവർ വർണ്ണ മോഡൽ. അഥവാ എന്താണ് വർണ്ണ മോഡലിൽ പറയുന്നത്? ഓക്കെ, വെയിറ്റ്. വർണ്ണ മോഡൽ, വെയിറ്റ് സെക്കൻഡ്. വർണ്ണ മോഡലിനെ പറ്റിയൊക്കെ പറയുകയും, അതായത് ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബേസിക്കലി വർണ്ണ മോഡൽ. ഇവിടെ ഇത് ഈ പറയുന്ന വർണ്ണ മോഡലിൽ പറയുന്നത് എന്താണ്? ബ്രഹ്മാവിന്റെ തലയിൽ നിന്ന് ഒരു ജാതി വന്നു അല്ലേ, അത് ഏത് ജാതി ആയിക്കോട്ടെ അതറിയണ്ട. തലയിൽ നിന്ന് ഒരു ജാതി വന്നു, ഷോൾഡറിൽ നിന്നോ വേറൊരു ജാതി, തുടയിൽ നിന്ന് ഒരാള്, ഫീറ്റിൽ നിന്ന് ഒരാള്. ഓക്കെ, അപ്പം തലയിൽ നിന്ന് വന്ന കാസ്റ്റിന് ഭയങ്കര റിച്വലി ഡിവൈൻ എന്നുള്ള രീതിയിൽ കാണിക്കുകയും, താഴെ ഫീറ്റിൽ നിന്ന് വന്ന ആൾക്കാരെ ഭയങ്കര ലോ കാസ്റ്റ് ആയിട്ട് കണക്കാക്കുകയും ചെയ്തു. ഇതാണ് വർണ്ണ മോഡലിൽ പറയുന്നതും. സോ വർണ്ണ മോഡലിൽ ബേസിക്കലി ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ആൻസർ എഴുതുമ്പോൾ അത് കോട്ട് ചെയ്യാം. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ക്ലാസിഫിക്കേഷൻ ആയിരുന്നു വർണ്ണ മോഡൽ വഴി അവർ പ്രൊമോട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഈ ഒരു മോഡല് തുടക്കമാണേ, ബ്രിട്ടീഷേഴ്സ് നമ്മളെ പറ്റി പഠിച്ചു തുടങ്ങുമായിരുന്നു. അപ്പൊ ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തപ്പോൾ പറ്റിയ 2 മിസ്റ്റേക്കുകൾ എന്താണ്? ഇവര് എംപിരിക്കൽ ബേസിസിലോ ഡേറ്റാ ബേസിസിലോ ഒന്നുമല്ല പഠിച്ചത് അല്ലേ, ഫീൽഡ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. സോ അത് നമുക്കിവിടെ പറയാം. സോ ദേ ഇഗ്നോർഡ്, മേജറായിട്ട് ഇവിടെ പറയേണ്ടത് ഇഗ്നോർഡ് റീജിയണൽ ഡൈവേഴ്സിറ്റി. ആ കാര്യം ഇവിടെ പറയണം. ദേ ഇഗ്നോർഡ് റീജിയണൽ ഡൈവേഴ്സിറ്റി
എംപിരിക്കൽ ബേസിസിലല്ല കാര്യങ്ങൾ പഠിച്ചതും ആ കാര്യം പറയാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. ദേ ഇഗ്നോർ ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. അതായത് അവർ പറഞ്ഞു വെച്ചത് ഇവിടെ സ്റ്റാറ്റിക് ആണെന്നുള്ള രീതിയിലാണ്. സ്റ്റാറ്റിക് ആണ്, ഹൈറാർക്കിക്കലാണ്, മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷെ ചരിത്രപരമായി പല മാറ്റങ്ങളും ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, പല കാസ്റ്റിലുള്ളവർ മൊബിലിറ്റി നേടി ഉന്നതിയിലോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവർ വകവെച്ചില്ല. അതുപോലെ റീജിയണൽ വൈസ് ഓരോ ഇപ്പം ചില ദേശങ്ങളിൽ മറ്റ് ദേശങ്ങളിലുള്ള ഹയർ കാസ്റ്റ് എല്ലാവർക്കും അവിടുത്തെ ഹയർ കാസ്റ്റ് ഈവൻ ദോ അവരുണ്ടെങ്കിലും. ഓക്കെ, ഇപ്പം ചിലയിടങ്ങളിൽ ഹയർ കാസ്റ്റ് തന്നെയാണ് റിച്വൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ തന്നെയാണ് പൊളിറ്റിക്സും അല്ലെങ്കിൽ എക്കണോമിയിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നയിക്കുന്നത്. പക്ഷെ ചിലയിടങ്ങളിൽ ഒരു കാര്യം ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ആകാം, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് വേറൊരു കാസ്റ്റ് ആവാം. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഇവർ വകവെച്ചില്ല പഠിക്കാനായിട്ട്. സോ റീജിയണൽ ഡൈവേഴ്സിറ്റി, എംപിരിക്കൽ ബേസിസ്, ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം എന്ത് പറ്റി? ഇപ്പം വർണ്ണ മോഡൽ ഓറിയന്റലിസത്തിന്റെ തുടക്കം കണ്ടു. ഇതിന് ശേഷം നടക്കുന്ന കാര്യമാണ് എത്നോഗ്രാഫിക് ആൻഡ് റീജിയണൽ സ്റ്റഡീസ്. ഇപ്പോൾ നമ്മൾ നോക്കി ഇപ്പൊ ഇവിടെ കണ്ടു റീജിയണൽ ഡൈവേഴ്സിറ്റിക്ക് ഒന്നും പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ഇമ്പ്രൂവ് ആയപ്പം റീജിയണൽ സ്റ്റഡീസ്, റീജിയണൽ ആൻഡ് എത്നോഗ്രാഫിക് സ്റ്റഡീസിന് തുടക്കമിടുകയാണ്. അപ്പൊ എന്താണ് അവിടെ നടന്നതെന്ന് നമുക്ക് നോക്കാം. റീജിയണൽ ആൻഡ് എത്നോഗ്രാഫിക് സ്റ്റഡീസ്. ഓക്കെ, ഇപ്പോൾ ലേറ്റ് 19th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? റീജിയണൽ ആൻഡ് കാസ്റ്റ് സർവേസ് ഒക്കെ വന്നു. ലേറ്റ് 19th സെഞ്ചുറി ആയപ്പോൾ എന്ത് പറ്റി? സെൻസസുകൾ, കാസ്റ്റ് സർവേകൾ ഒക്കെ എടുത്തു തുടങ്ങി. ബ്രിട്ടീഷേഴ്സ് തന്നെ നേതൃത്വം കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിലെ മേജർ തിങ്കേഴ്സ് ആണ് ഹെർബർട്ട് റിസ്ലി, ജൊനാഥൻ ഡങ്കൻ. ഓക്കെ, ജൊനാഥൻ ഡങ്കൻ, വില്യം ക്രൂക്ക്. നേരത്തെ ആരൊക്കെയായിരുന്നു? HT കോൾബ്രൂക്കും അല്ലെ, വില്യം ജോൺസും. ഇവിടെ വന്നപ്പോൾ ഹെർബർട്ട് റിസ്ലി, ജൊനാഥൻ ഡങ്കൻ, വില്യം ക്രൂക്ക്. ഡബിളോ ഉണ്ട്. ഓക്കെ, ആ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് രണ്ടുപേരെയെങ്കിലും അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ തിങ്കേഴ്സ് ഒക്കെ ആയിരുന്നു ഈ കാലഘട്ടത്തിൽ പ്രോമിനന്റ്. ഓക്കെ, അപ്പോൾ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ബംഗാൾ, ഓക്കെ, റീജിയണൽ സ്റ്റഡീസ് ആണല്ലോ, അപ്പോൾ പല റീജിയൻസിനെ പറ്റി പഠിച്ചു. ബംഗാളിനെ പറ്റി പഠിച്ചു, മദ്രാസിനെ പറ്റി പഠിച്ചു, യുണൈറ്റഡ് പ്രോവിൻസ്, പഴയ UPയും ബീഹാർ ഒരു കുറച്ച് ഇപ്പോൾ ഉള്ള കുറച്ച് സ്റ്റേറ്റ്സ് വരുന്ന ഒരു വലിയൊരു പ്രോവിൻസ് ആയിരുന്നു യുണൈറ്റഡ് പ്രോവിൻസ്. അപ്പോൾ ആ റീജിയൻസിനെ പറ്റിയൊക്കെ പഠിച്ചു. യുണൈറ്റഡ് പ്രോവിൻസ് അത് തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ ഇവർ റീജിയണൽ സ്റ്റഡീസ് നടത്തുകയും ഇവരെന്ത് പറഞ്ഞു വെച്ചു? കാസ്റ്റിനെ റേഷ്യൽ ഫീച്ചേഴ്സുമായിട്ടും ഒക്കുപ്പേഷനുമായിട്ടും കാസ്റ്റിനെ റേഷ്യൽ ഫീച്ചേഴ്സ്, ഒക്കുപ്പേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് ലിങ്ക് ചെയ്ത് വെച്ചു, കണക്ട് ചെയ്ത് വെച്ചു. അതായത് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ റേഷ്യൽ ഫീച്ചേഴ്സ്, ഓക്കെ, ഒക്കുപ്പേഷൻ, തൊഴിൽ, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ബന്ധമുള്ള ഒരു കാര്യമായിട്ടാണ് ഇവർ അവതരിപ്പിച്ച് വെച്ചത്. ഓക്കെ, റേഷ്യൽ ഫീച്ചർ, അതായത് അറിയാലോ, ഇപ്പം സായിപ്പിന്റെ നാട്ടിലെ വേർതിരിവ് എന്താണ്? തൊലി വെളുത്തവർ ഹയർ കാസ്റ്റും അല്ലെങ്കിൽ ഹയർ ക്ലാസും, തൊലി കറുത്തവർ ലോവർ ആയിട്ടും കണക്കാക്കപ്പെട്ടിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ബയസ്നെസ് അവർക്ക് ഇവിടെ പഠിച്ചപ്പോഴും കൊണ്ടുവന്നു. അപ്പൊ ഇവര് പറഞ്ഞു വെച്ചാൽ എന്താണ്? തൊലി വെളുത്തവർ അല്ലെങ്കിൽ സോക്കാൾ ഫെയർ സ്കിൻ എന്ന് കണക്കാക്കപ്പെടുന്നവർ ഹയർ കാസ്റ്റിലും, ബ്ലാക്ക് സ്കിൻ അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ വരുന്നവർ ലോവർ കാസ്റ്റിലുമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അവരിവിടെ ചെയ്തു വെച്ചത്. ആ ചെയ്തു വെച്ചത് അത്ഭുതപ്പെടേണ്ട, അവർക്ക് അവരുടെ നാട്ടിൽ കണ്ടു വളർന്നൊരു കാര്യം, ഒരു ബയസ്നെസ് അവർ ഇവിടെയും വന്ന് ഇത് പഠിച്ചപ്പോൾ ചെയ്തു. ഓക്കെ, അതിനെ നമുക്ക് അങ്ങനെ കാണാം. ഇവിടെ നിക്കോളാസ് ഡിർക്സ് പറഞ്ഞ ഒരു കമന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. DIRKS, നിക്കോളാസ് ഡിർക്സ്. So he argued that caste under colonialism
became the principal category through which Indian society was imagined and ruled. അതായത് കൊളോണിയൽ സമയത്ത് എന്ത് പറ്റി, ഇന്ത്യൻ സൊസൈറ്റിയെ മൊത്തത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറായി കാസ്റ്റ് സിസ്റ്റം മാറി. അതിനു മുമ്പ് ഇന്ത്യൻ സൊസൈറ്റിയെ പല രീതിയിലായിരുന്നു ആൾക്കാരുണ്ട്. ട്രേഡേഴ്സിന്റെ ഒരു സമൂഹമായിട്ടോ അല്ലെങ്കിൽ ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അന്ന് അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പല ആംഗിൾസിൽ ഇന്ത്യൻ സൊസൈറ്റി കാണുന്നുണ്ടായിരുന്നു. ട്രേഡേഴ്സ് ആയിട്ട് ഓരോ രാജ്യങ്ങളും രാജാക്കന്മാരും അവരുടെ പേരിലും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു ജനസമൂഹത്തെ പ്യൂർലി കാസ്റ്റ് അടിസ്ഥാനത്തിൽ മാത്രം വീക്ഷിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് വെച്ചാൽ കാസ്റ്റ് സിസ്റ്റം എന്ന് ആയത് കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ, കൊളോണിയലിസം അതായത് ബ്രിട്ടീഷേഴ്സ് അടക്കി വാണിരുന്ന സമയത്താണ് അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ലോകത്തെമ്പാടും ആയത്. അതിനർത്ഥം അതിനു മുമ്പ് കാസ്റ്റ് ഇല്ല എന്നൊന്നുമല്ല, കാസ്റ്റ് ഓൾറെഡി എക്സിസ്റ്റ്, ബട്ട് ദെയർ വെയർ അതർ ഫാക്ടേഴ്സ് ആൾസോ. ഓക്കെ, മറ്റ് ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യൻ സൊസൈറ്റി എന്നാൽ കാസ്റ്റ് മാത്രമാണെന്നുള്ളൊരു വ്യൂ ലോകമെമ്പാടും ഉണ്ടായത് ഈ കൊളോണിയൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കൊളോണിയലിസത്തിന്റെ ടൈമിലാണ് എന്നാണ് നിക്കോളാസ് ഡെക്സ് പറഞ്ഞു വെക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യമുള്ള ഓറിയന്റലിസത്തിന്റെ തുടക്കമായി വർണ്ണ മോഡലിന്റെ ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. വർണ്ണ മോഡൽ വരികയും അവിടെ വില്യം ജോൺ എച്ച്.ടി. കോൾബ്രൂക്കിനെ പറ്റി പഠിക്കുകയും അവർ മനുസ്മൃതി പഠിച്ച് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ എന്ത് കണ്ടു? എത്നോഗ്രാഫിക് ആൻഡ് റീജിയണൽ സ്റ്റഡീസ് കണ്ടു. ഇനിയുള്ളതാണ് മിഷനറി ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അതായത് അവിടുത്തെ പള്ളിയിലച്ചന്മാരും പ്രീസ്റ്റുകളും ഒക്കെ ഇങ്ങോട്ട് വന്ന് കൺവേർഷൻസ് ഒക്കെ നടത്തിയല്ലോ. ഓക്കെ, സോ അവരുടെ വകയും ഇന്റർപ്രിട്ടേഷൻ നടന്നിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലായി, ആദ്യം നമ്മൾ നോക്കിയ ഇന്റർപ്രിട്ടേഷൻ വർണ്ണ മോഡലിന്റെയും റീജിയണൽ സ്റ്റഡീസിന്റെയൊക്കെ ഇന്റർപ്രിട്ടേഷൻ ആര് നടത്തുന്നതാണ്? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നേതൃത്വം നൽകി അവരുടെ കീഴിൽ പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ് ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. പക്ഷേ ബ്രിട്ടീഷേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാത്രമല്ല, അവിടുത്തെ പള്ളിയിലെ അധികാരികളും എല്ലാം ഉണ്ട്. അവർ വേറെ രീതിയിലാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ അതും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ മിഷനറി ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇവാഞ്ചലിക്കൽ ഗോൾസ് അല്ലേ. അതായത് അവർ വിശ്വസിക്കുന്ന ദൈവമാണ് എല്ലാം, ആ ഒരു ഐഡിയ എല്ലായിടത്തും എത്തിക്കുക. ആ ഒരു ഗോഡാണ് ഇസ് ദ ഓൺലി ട്രൂ ഗോഡ് എന്നുള്ളൊരു ഐഡിയ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് അവരുടെ മിഷനറി ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ എവാഞ്ചലിക്കൽ ഗോൾ എന്ന് നമ്മൾ തന്നെ പറയും. അതായത് ആ ഒരു വിശ്വാസത്തെ എല്ലായിടത്തും എത്തിക്കുക, അത് സ്പ്രെഡ് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് അവർ ഇവിടെ വരികയും, അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ അത് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഓൾറെഡി എക്സിസ്റ്റിംഗ് കാര്യങ്ങൾ ഭയങ്കര മോശമാണെന്നും മറ്റ് ഇവരുടെ റിലീജിയൻ ഫോളോ ചെയ്താൽ നല്ല കാര്യങ്ങൾ നേടുകയും ചെയ്യാമെന്ന് പറയുന്നു. അതായത് നിലവിലെ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം എല്ലാം ഭയങ്കര മോശമാണെന്ന് കാണിക്കണം. ഇവിടുത്തെ സിസ്റ്റം റിജിഡ് ആണ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റില്ലെന്ന് കാണിക്കണം. അതുവഴി അവരുടെ റിലീജിയൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യാനും സാധിക്കണം. നിങ്ങൾ എന്നിട്ട് ഈ റിലീജിയനിലോട്ട് മാറും, നിങ്ങൾക്ക് നല്ലത് വരും. ആ രീതിയിൽ പറഞ്ഞു വെക്കണം. സോ അതിനായിട്ട് തന്നെ ഇവരെന്ത് ചെയ്തു? ദേ കണ്ടം കാസ്റ്റ് അല്ലേ, കാസ്റ്റിനെ മോശമുള്ളൊരു കാര്യമായിട്ട് കാണുകയും നേരത്തെ പറഞ്ഞ കൊളോണിയൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നല്ലോ, സ്റ്റാറ്റിക് ആണ്, ഹൈറാർക്കിക്കൽ ആണ്. ആ ഒരു കാര്യങ്ങൾ ഇവർ റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്തു. റീഇൻഫോഴ്സ് കൊളോണിയൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കാസ്റ്റ്. കൊളോണിയൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കാസ്റ്റ് അവർ റീഎൻഫോഴ്സ് ചെയ്തു. ഇതൊക്കെ സത്യമാണ്, അവർ പറയുന്ന എല്ലാം കാര്യമുണ്ടെന്നുള്ള രീതി പറയുകയും പിന്നെ അവസാനം എന്ത് പറയും? നമ്മുടെ റിലീജിയൻ എടുക്കും, എല്ലാം റെഡിയാവുന്നുള്ളൊരു നേരവും കൂടി അടിച്ചിട്ട് അവർ പോകും. സോ ഇതായിരുന്നു ഇവാഞ്ചലിക്കൽ ഗോൾസ് അല്ലെങ്കിൽ മിഷനറിയുടെ ഇന്റർപ്രിട്ടേഷൻ. എന്ത് പറഞ്ഞു? അവർക്ക് ഇവാഞ്ചലിക്കൽ ഗോൾസ് ഉണ്ട്. സോ അവരെന്ത് ചെയ്തു? കാസ്റ്റ് സിസ്റ്റം ഭയങ്കര മോശമാണ്, ഇത് ഭയങ്കരമായിട്ട് മോറൽ ആൻഡ് ഇന്റലക്ച്വൽ ഡിഗ്രഡേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പറയുകയും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, നേരത്തെ മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഭാഗത്തുള്ള ആ ഗ്രൂപ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അതായത് കൊളോണിയൽ ഇന്റർപ്രിട്ടേഷൻ ഇവർ റീഇൻഫോഴ്സ് ചെയ്ത ഇതൊക്കെ ശരിയാണ്, പെട്ടെന്ന് രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. ഇനി
ബ്രിട്ടീഷേഴ്സിന് വേറൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു, സ്റ്റീരിയോടൈപ്പിംഗ് അഥവാ മോറൽ ഫ്രെയിമിംഗ്. എന്താണ് സ്റ്റീരിയോടൈപ്പിംഗ് എന്താണെന്ന് നമുക്കറിയാലേ. ജനറൽ നമ്മള് ഇപ്പോഴും ഡേ ടു ഡേ ലൈഫിലും എല്ലാം പലതരത്തിലുള്ള സ്റ്റീരിയോടൈപ്പ് പറയല്ലേ. ഇപ്പൊ ഒരു ജെൻഡർ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവര് പറഞ്ഞ കാര്യമല്ല പറയുന്നത്, എന്താണ് സ്റ്റീരിയോടൈപ്പിംഗ് എന്നുള്ള വാക്കൊന്ന് പരിചയപ്പെടുത്തുവാണ്. എനിക്ക് സർക്കിൾ അറിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പറയും ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യും. ആണായാൽ എന്താണ് മീശയും എല്ലാം വെച്ച് കിടക്കും എന്നൊക്കെ പറയുമല്ലോ. പെണ്ണായാൽ ഇങ്ങനെ ചെയ്യണം. ഈ ഒരു സ്റ്റീരിയോടൈപ്പിംഗ് ഉണ്ടല്ലോ, അത് ജെൻഡർ ബേസ്ഡ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയും. അതുപോലെ ഓരോ കാസ്റ്റിനും ഓരോ ക്വാളിറ്റി ഇവര് കൊടുത്തു. ഓക്കെ, ഇവർ പറഞ്ഞു ചില കാസ്റ്റുകൾ അടിപൊളി കൊള്ളാം, ചില കാസ്റ്റുകൾ ഇവർ ക്രിമിനൽസ് ആണെന്ന് പോലും പറഞ്ഞു വെച്ചു. അതായത് ക്രിമിനലൈസേഷൻ ഓഫ് കാസ്റ്റ് നടന്നു. ഓക്കെ, അതായത് ബ്രിട്ടീഷേഴ്സിനെതിരെയൊക്കെ നിൽക്കുന്ന കാസ്റ്റ്, പ്രത്യേകിച്ച് ട്രൈബ്സിനിടയിലാണ് ഇത് ഭയങ്കരമായിട്ട് കണ്ടത്. പല ട്രൈബ്സിനെ ഇവർ എന്ത് പറഞ്ഞു, ക്രിമിനൽസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ ട്രൈബ്സിനായിട്ട് നമുക്ക് ഇനി പഠിക്കാം. ഇപ്പോൾ കാസ്റ്റിന്റെ കാര്യം പഠിക്കുക. ക്രിമിനലൈസേഷൻ ഓഫ് കാസ്റ്റ് ഇവർ ചെയ്തു. മാത്രമല്ല നമുക്കറിയാം കൊളോണിയൽ ടൈമിൽ തന്നെ ബ്രിട്ടീഷേഴ്സ് അല്ല ഇവിടുത്തെ പട്ടാളം മുഴുവൻ, അല്ലേ. പട്ടാളത്തിന്റെ ടോപ്പ് റാങ്കിലൊക്കെ ബ്രിട്ടീഷേഴ്സ് ഉണ്ടെങ്കിലും താഴെക്കിടയിലുള്ള സോൾജേഴ്സ് യുദ്ധം ചെയ്യുന്നതെല്ലാം ഇന്ത്യക്കാർ തന്നെയാണ്. ഇവർക്ക് നല്ല നല്ല സോൾജേഴ്സിനെ കിട്ടാൻ വേണ്ടിയും അങ്ങനെയുള്ള സോൾജേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയും ഇവർ ചില കാസ്റ്റുകളെ മാർഷ്യൽ ആണെന്ന് പറഞ്ഞു, ചില കാസ്റ്റുകളെ നോൺ മാർഷ്യൽ ആണെന്ന് പറഞ്ഞു. അതായത് യുവമാര് കൊള്ളാം, ഈ ജാതിയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ റീജിയനിൽ നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ ഈ കാസ്റ്റിലുള്ളവർക്ക് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെയാണ്, ഉശിരന്മാരാണെന്നൊക്കെ പറഞ്ഞ് അവരെ മാർഷ്യലായിട്ട് പറയും. ഓക്കെ, ഈ കാസ്റ്റിലാണെങ്കിൽ അവരെ ഇതിലെടുക്കും, മിലിറ്ററിയിലെടുക്കും. പക്ഷെ ചില കാസ്റ്റുകളെ പറയും ഇവന്മാര് പഴമഴികൾ, ഇവന്മാരെ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് ആ ജോലിയിൽ നിന്ന് തള്ളിക്കളയും. ചിലപ്പോൾ ഓഫീസർ കൊല്ലം കൊടുക്കായിരിക്കും, പക്ഷെ മിലിറ്ററിയിൽ എടുക്കൂല. ഈ ഒരു ക്ലാസിഫിക്കേഷനും ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷേഴ്സിന്റെ. അതായത് കൊളോണിയൽ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ക്രിറ്റിസിസം നോക്കാം. അതായത് ഇതിനെതിരെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി ഇവിടുത്തെ മേജർ പോരായ്മകളൊക്കെ എന്താണെന്നുള്ളത്, അല്ലേ. എന്നാലും നമുക്കൊന്ന് നോക്കാം. They naturalized and racialized caste system in India. അതായത് ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, പക്ഷെ അതിനൊരു റേഷ്യൽ ആംഗിൾ കൊണ്ടുവരുന്നത് ഇവരാണ്, അല്ലേ. റേഷ്യൽ ആംഗിൾ, അതായത് തൊലിയുടെ നിറം അനുസരിച്ചൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് കാസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവരല്ലേ, അല്ലേ. ഇവരുടെ റീജിയണൽ സ്റ്റഡീസ് ഒക്കെ നടത്തിയതിനു ശേഷം നമുക്കറിയാം ആരാണ് ഹെർബർട്ട് റിസ്ലിയും, അല്ലേ. ഹെർബർട്ട് റിസ്ലിയൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യമായിരുന്നു റേസ് ബേസിസിൽ, ഒക്കുപേഷൻ ബേസിസിലൊക്കെയാണ്. അപ്പോൾ ഒരു റേഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് സിസ്റ്റം വന്നത് ഇവിടാണ്. സത്യത്തിൽ കാസ്റ്റ് സിസ്റ്റം റേസ് ബേസ്ഡ് അല്ല, അല്ലേ. പിന്നെന്ത് പറയാം, ദേ കണ്ടം കാസ്റ്റ് സിസ്റ്റം ആസ് എ ഫോം ഓഫ് മോറൽ ആൻഡ് സോഷ്യൽ ഡീഗ്രഡേഷൻ. കാസ്റ്റ് സിസ്റ്റത്തിന് സോഷ്യൽ ആൻഡ് മോറൽ ഡീഗ്രഡേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അത് പല ക്രിറ്റിക്സും പറയുന്നുണ്ട്. നമ്മൾ ഫങ്ഷണൽ പെർസ്പെക്റ്റീവില് കാസ്റ്റ് സിസ്റ്റത്തെ നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. സോ അവരൊക്കെ ഇവിടെ എതിർക്കുന്നുണ്ട് ഈ കൊളോണിയൽ പെർസ്പെക്റ്റീവിനെ. അങ്ങനല്ല. ഓക്കെ, സോഷ്യൽ ആൻഡ് മോറൽ ഡീഗ്രഡേഷൻ പറഞ്ഞു, ഡീഗ്രഡേഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനല്ല, നല്ല കാര്യങ്ങൾ കാസ്റ്റ് സിസ്റ്റം കൊണ്ട് ഉണ്ടാവുന്നുണ്ടെന്ന് വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ അവരെ നമുക്ക് ഇവരുടെ ക്രിറ്റിക്സ് ആയിട്ട് പറയാം. ആരായിരിക്കും ആ പറഞ്ഞതൊക്കെ? ഫസ്റ്റ് ക്ലാസ് കണ്ടവരാണ് അത് പറയാൻ പറ്റും. ഓക്കെ, ഇൻഡോളജിസ്റ്റ് നമുക്കറിയാം, ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള തിങ്കേഴ്സ്, GS കുര്യൻ പോലുള്ള തിങ്കേഴ്സ് ഒക്കെ അവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്? ഈ ഓറിയന്റലിസ്റ്റ് പറഞ്ഞു വെച്ചതിന് എതിരെ പറയുക എന്നുള്ളതായിരുന്നു, അല്ലേ. ഓക്കെ അല്ലേ. യാ, ഇനി നമുക്ക് പറയാം ദ ട്രാൻസ്ഫോം ദ ഇന്ത്യൻ സൊസൈറ്റി ഓർ ദ കാസ്റ്റ് സിസ്റ്റം ഇൻറ്റു എ റിജിഡ് ഹൈറാർക്കി. ഒരു റിജിഡ് ഹൈറാർക്കി ആണെന്ന് ഉള്ള രീതിയിൽ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലേ. റിജിഡ് ഹൈറാർക്കിയാണ്, സോഷ്യൽ മൊബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷെ അങ്ങനെയല്ല. നമുക്കറിയാം MN ശ്രീനിവാസന്റെ സാൻസ്ക്രിറ്റൈസേഷൻ, ബ്രാഹ്മണൈസേഷൻ കോൺസെപ്റ്റ് വഴിയൊക്കെ നമുക്കറിയാം ഒരുപാട് പേർ മൊബിലിറ്റി നേടുന്നുണ്ടായിരുന്നു. സോ
കംപ്ലീറ്റ്ലി റിജിഡ് ഓർ ഹൈറാർക്കി എന്ന് പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, യാ നെക്സ്റ്റ് പേജ് എടുക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് പറയാം എം എൻ ശ്രീനിവാസൻ, ആൻഡ്രൂ ബെറ്റലേക്ക് എന്ത് ചെയ്തു? ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ്? കാസ്റ്റ് സിസ്റ്റം റിജിഡ് അല്ല, ഡൈനാമിക് ആണ്. റിജിഡോ സ്റ്റാറ്റിക്കോ അല്ല, ഡൈനാമിക് ആണ്, അഡാപ്റ്റീവ് ആണ്, ആൻഡ് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ റീജിയണൽ സ്പെസിഫിക് ആണെന്നൊക്കെ എം എൻ ശ്രീനിവാസൻ, ആൻഡ്രൂ ബെറ്റലെ പോലുള്ള തിങ്കേഴ്സ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ക്രിറ്റിസിസം? ഇവർ നാച്ചുറലൈസ് ചെയ്ത് പ്രകൃതിദത്തമാണ്, അല്ലെങ്കിൽ ഇത് നാച്ചുറൽ ആയിട്ട് ഇവിടെ സംഭവിച്ചാണ്, ഹിസ്റ്റോറിക്കൽ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയും റേസ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. സോഷ്യൽ ആൻഡ് മോറൽ ഡിഗ്രഡേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാത്രമാണ് ഇവർ കാസ്റ്റ് സിസ്റ്റത്തെ കണ്ടത്. ഇത് ഒരു റിജിഡ് ഹൈറാർക്കി ആണെന്നും സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കുന്നില്ലെന്നും പറഞ്ഞു വെച്ചു. ഇതിനെതിരായി ആൻഡ്രൂ ബെറ്റലെ, എം എൻ ശ്രീനിവാസൻ പോലുള്ളവർ എന്ത് പറഞ്ഞു? അങ്ങനെയല്ല, ഡൈനാമിക് ആണ്, അഡാപ്റ്റീവ് ആണ്, കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആണ് എന്ന് പറയുകയും നമുക്ക് വേണമെങ്കിൽ ബ്രാഹ്മണൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച്, സാൻസ്ക്രിറ്റൈസേഷൻ ഒക്കെ ചൂണ്ടിക്കാണിച്ച് എന്ത് പറയാം? കൊളോണിയൽ പെർസ്പെക്റ്റീവ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് സോഷ്യൽ മൊബിലിറ്റി ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ബ്രാഹ്മണൈസേഷനും സാൻസ്ക്രിറ്റൈസേഷനും ഉപയോഗിച്ച് നമുക്ക് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതായിരുന്നു കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. അപ്പം ഇവരുടെ നേച്ചർ എന്തായിരുന്നു? ന്യൂട്രൽ അല്ലായിരുന്നു, അല്ലേ? ദേ വെർ നോട്ട് ന്യൂട്രൽ ഇൻ ദെയർ സ്റ്റഡി. അവർക്ക് ബയസ്നെസ് ഉണ്ടായിരുന്നു, അവർക്ക് ചില പ്രത്യേക താല്പര്യങ്ങളോടുകൂടിയാണ് അവർ പഠിച്ചത്. ഓക്കെ, സോ ഇതിനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഓഫ് നോളജ് ആൻഡ് പവർ, അല്ലേ? പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഓഫ് നോളജ് ആൻഡ് പവർ ആയിരുന്നു ദ കൊളോണിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓർ ദ ഓറിയന്റലിസം എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ആൻസറിലോട്ടൊന്ന് കാണിക്കാം. സോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാം. കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ താല്പര്യമില്ല, ആ രീതി പഠിക്കാനില്ല, PDF മതിയെങ്കിൽ നിങ്ങൾക്കറിയാം, ഡിസ്ക്രിപ്ഷനിൽ ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ടെലഗ്രാം ചാനലിന്റെ, അതിൽ PDF അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ യാ, കാസ്റ്റ് സിസ്റ്റം, കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് സിസ്റ്റം. നമ്മളിപ്പോ പറഞ്ഞ അത്രയും ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഓക്കെ, തിങ്കേഴ്സിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ വായിച്ചോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഇതാണ്. ഞാൻ മൊത്തത്തിൽ വായിച്ചു തരുന്നില്ല, നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് വായിച്ചു തരുന്നില്ല. സവർണ മോഡൽ, അവിടെ നമ്മൾ വില്യം ജോൺസ്, HD കുൾബ്രൂക്കിനെയൊക്കെ കാണുന്നുണ്ട്. ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അവർ റീജിയണൽ ഡൈവേഴ്സിറ്റി, ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഒക്കെ അവോയ്ഡ് ചെയ്തു, അല്ലേ? അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഈ 4 പില്ലേഴ്സ് ആയിട്ട് നമുക്ക് ഹൈറാർക്കി, ഓക്കുപേഷൻ, സ്പെഷ്യലൈസേഷൻ, റൂൾ ഓഫ് മാരേജ്, റൂൾ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, എത്നോഗ്രാഫിക് ആൻഡ് റീജിയണൽ സ്റ്റഡീസ്, അവിടെ ഹെർബർട്ട് ലിസ്ലി, തേഴ്സ്റ്റൺ, ഡങ്കൻ, വില്യം ബ്രൂക്ക്, ഏതെങ്കിലും ഒരു 2 തിങ്കേഴ്സിന്റെ പേര് അവിടെ പറഞ്ഞാൽ മതി. ഓക്കെ, നിക്കോളാസ് ടെസ്റ്റ് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, പിന്നീട് മോറൽ ആൻഡ് മിഷണറി ഇന്റർപ്രിട്ടേഷൻ, ക്രിമിനലൈസേഷൻ, അവിടെ ഒരു ആക്ട്, ക്രിമിനൽ ട്രൈബ്സ് ആക്ട് ഒക്കെ ഓർത്തു വെക്കുക. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ അത് പറഞ്ഞില്ലായിരുന്നു, ക്രിമിനൽ ട്രൈബ്സ് ആക്ട് ഒക്കെ ഓർത്തു വെക്കുക. പിന്നീട് കോൺസിക്വൻസ് ആൻഡ് ക്രിറ്റിസിസം. ഓക്കെ, നോക്കിക്കോ. സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിശ്വസിക്കുന്നു. അവസാനമായി നമ്മുടെ കൺക്ലൂഷൻ. ഓക്കെ, നോട്ട് നമ്മൾ PDF പ്രൊവൈഡ് ചെയ്തേക്കാം. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് മാത്രമാണ് ക്ലാസ്സസ് എടുക്കുന്നത്.
സോ ഒരുവിധം എല്ലാ കോൺസെപ്റ്റ്സും അതുവഴി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ യർ സപ്പോർട്ട്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.